പ്രിയരെ, നമസ്കാരം. ഇതാണ് തുഞ്ചൻ പറമ്പ്, മലയാള ഭാഷയുടെ തറവാട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ ജനിച്ചതും ഏറെക്കാലം ചെലവഴിച്ചതും ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് തൃക്കണ്ടിയൂർ പാത വഴി സഞ്ചരിച്ചാൽ അന്നാര എന്ന ഈ ഗ്രാമത്തിലെത്താം. മലയാള ഭാഷയ്ക്ക് നിയതമായ രൂപഭാവങ്ങൾ നൽകപ്പെട്ടത് ഇവിടെ വച്ചാണ്. അനേകം കൊടുക്കൽ വാങ്ങലുകളിലൂടെ രൂപപ്പെട്ടു വന്ന മലയാളത്തിന് അക്ഷരമാലാക്രമം സൃഷ്ടിക്കപ്പെട്ടത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാലാണ്. ഹരിനാമകീർത്തനം എന്ന സ്തോത്രകാവ്യ രചനയിലൂടെ എല്ലാ അക്ഷരങ്ങളെയും എഴുത്തച്ഛൻ ക്രമനിബദ്ധമാക്കി. കവിത മാത്രമല്ല, ജീവിതാർത്ഥങ്ങളും തത്വചിന്തകളുമെല്ലാം ഈ കൊച്ച് കേരളത്തിൻ്റെ ഭാഷയ്ക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ വെളിപ്പെടുത്തി. 15-16 നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്, ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ. അതിനാൽ തൻ്റെ കവിതയുടെ മാധ്യമം ഭക്തി തന്നെയാക്കി എഴുത്തച്ഛൻ. സൗമ്യവും സാർത്ഥകവുമായി അദ്ദേഹം കാലത്തിൽ ഇടപെട്ടു. അതുകൊണ്ട് തന്നെ നാട് വിടേണ്ടതായും വന്നു. അധ്യാത്മരാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികൾ കിളിപ്പാട്ടു രീതിയിലാണ് എഴുത്തച്ഛൻ അവതരിപ്പിച്ചത്. തൻ്റെ ശാരികയെ കൊണ്ട് കഥ പാടിച്ചു അദ്ദേഹം. ശാരിക പൈതരെ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ എന്ന് പാടി. തുഞ്ചൻപറമ്പിലെ തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രത്തിലെത്തിയാൽ നമുക്ക് എഴുത്തച്ഛൻ്റെ ശാരികയുടെ മനോഹരമായ ശില്പം കാണാം. ശാരിക മാത്രമല്ല, എഴുത്തോലയും എഴുത്താണിയും എല്ലാം ശില്പങ്ങളിൽ ചേക്കേറിയിട്ടുണ്ട്. അതിനരികിലാണ് സരസ്വതി മണ്ഡപം എന്ന അക്ഷരമണ്ഡപം. ആ മണ്ഡപത്തറയിൽ വിരിച്ചിരിക്കുന്ന മണലിൽ ആചാര്യസ്മൃതിയിൽ നമുക്ക് അക്ഷരങ്ങൾ എഴുതാം. വീണ്ടും നടന്നു നീങ്ങുമ്പോൾ കയ്പുപോയൊരു കാഞ്ഞിരമരവും അതിനോട് ചേർന്നുള്ള ഒരു നാട്ടുകുളവും കാണാം. എഴുത്തച്ഛൻ ഈ കുളത്തിലായിരുന്നു അത്രേ കുളിച്ചത്. അക്ഷരശരീരിക്ക് അമൃതസ്നാനമൊരുക്കിയ ഈ ജലാശയം നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്ക് ഒരു ഓർമ്മച്ചെപ്പായി നമുക്ക് മുൻപിൽ കാണപ്പെടുന്നു. ഓഡിറ്റോറിയം, മനോജ്ഞമായ തുഞ്ചൻ മണ്ഡപം, തുഞ്ചൻ ഗവേഷണ കേന്ദ്രം, മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ്റെ ഓർമ്മയിലുള്ള MT വേദി, വിശ്രമസ്ഥലങ്ങൾ, വായനശാല, മലയാളം മ്യൂസിയം, കോട്ടേജുകൾ എന്നിങ്ങനെ നിരവധി ആകർഷണീയതകളാണ് തുഞ്ചൻ പറമ്പിലുള്ളത്. മലയാള മ്യൂസിയത്തിൽ എത്തുന്നവർക്ക് നിരണം കവികൾ മുതൽ ഇന്നോളമുള്ള സാഹിത്യത്തിൻ്റെ മധുരവും നോവും മനസ്സിലാക്കാനാകും. ഏറെ പ്രസക്തമായി, അത്രമേൽ ആർദ്രമായി ഓരോ കാലഘട്ടത്തെയും ആധുനിക സജ്ജീകരണങ്ങളോടെ അവതരിപ്പിച്ചിരിക്കുന്നു. ചെറുശ്ശേരിയുടെയും ഇരയിമ്മൻ തമ്പിയുടെയും എല്ലാം ഈരടികൾക്ക് ഇടയിലൂടെ നടക്കുമ്പോൾ കടന്നുപോയ കാലത്തിൻ്റെ കലയുടെ അവിസ്മരണീയമായ അനുഭൂതി നാം നുകരും. ഭാഷയിലെ എഴുത്തുകാർ, കൃതികൾ, അക്ഷരമാല, അവയുടെ വികാസ പരിണാമങ്ങൾ, അക്കങ്ങൾ, അളവുകൾ, കലകൾ, നാട്ടുസംസ്കൃതി എന്നുവേണ്ട മലയാണ്മയുടെ ഭൂതകാലം ഒട്ടൊക്കെ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. 1906 കോഴിക്കോട് മാനവിക്രമൻ ഏട്ടൻ തമ്പുരാൻ്റെ അധ്യക്ഷതയിൽ തുഞ്ചൻ സ്മാരകത്തിനു വേണ്ടി ആദ്യ കൂടിയാലോചന നടന്നു. എന്നാൽ 1961 അത് സാധ്യതപ്രായമായത്. ആ വർഷം പട്ടം താണുപിള്ള തുഞ്ചൻ സ്മാരകത്തിന് തറക്കല്ലിട്ടു. കാടുപിടിച്ചും അന്യാധീനപ്പെട്ടും മറവിയിലേക്ക് മാഞ്ഞിരുന്ന ഈ സ്ഥലത്തിന് 36,000 രൂപ നൽകിയാണ് 4.5 ഏക്കർ വാങ്ങിയത്. 1964 കേരള സർക്കാർ 12 അംഗ ഭരണസമിതിയെ നിയോഗിച്ചു. 1970 മുതൽ 1982 വരെ SK പൊറ്റക്കാടും, 1984 മുതൽ TN ജയചന്ദ്രനും, 1987 മുതൽ ഡോക്ടർ MS മേനോനും ഇതിൻ്റെ അധ്യക്ഷരായി. 1993 MT വാസുദേവൻ നായർ ചെയർമാനായി വന്നതിന് ശേഷമാണ് കാതലായ മാറ്റങ്ങൾ ഉണ്ടായത്. 2001 ഇത് ഒരു ട്രസ്റ്റാക്കി മാറ്റുകയുണ്ടായി. നിരവധി വൃക്ഷങ്ങളും സസ്യലതാദികളും മനോഹരമായി പരിപാലിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്മാരക സന്നിധിയിലെ മന്ദിരങ്ങളും ആകർഷകങ്ങളാണ്. കാറ്റുകൊണ്ട് ഭാഷയുടെ താരാട്ടുകേട്ട് നമുക്കിവിടെ എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാം. അധികം അകലത്തല്ലാതെ ഒഴുകുന്ന നിളാനദിയുടെ കുളിര് നാം ഇവിടെ ഇരുന്ന് അറിയും. വെട്ടത്ത് നാടിൻ്റെ സംസ്കൃതി, മലയാള സംസ്കൃതിക്ക് എങ്ങനെ ഊടും പാവും നെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. തുഞ്ചത്താചാര്യനോട്, മലയാള ഭാഷയോട്, അതിൻ്റെ ഭൂതകാലത്തോട് ഒരല്പമെങ്കിലും നമ്മിൽ ആദരവ് അവശേഷിക്കുന്നുണ്ട് എങ്കിൽ തുഞ്ചൻ സ്മാരകം നിലകൊള്ളുന്ന തുഞ്ചൻ പറമ്പ് തീർച്ചയായും അനുഭൂതിദായകമാണ്.